എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി കല്യാണിയുടെ സംസ്കാരം വൈകിട്ട് 4-ന് തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ സംസ്കാരം നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കും. വിവരങ്ങളുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ജിജീഷ് കരുണാകരനും സാനുവും ചേരുന്നു. ആദ്യം സാനുവിലേക്ക് പോവുകയാണ്. സാനു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അമ്മ സന്ധ്യയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കുറ്റബോധം ലവലേശം സന്ധ്യയ്ക്കില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മറ്റു വിശദാംശങ്ങൾ. കുട്ടിയുടെ അമ്മ സന്ധ്യനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കഴിഞ്ഞ 17 മണിക്കൂറായിട്ട് അവർ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. അതായത് പോലീസിന്റെ ചോദ്യങ്ങളോട് ലെവലേശം കൂസലില്ലാതെ തന്നെ മറുപടി നൽകുന്ന ഒരാളായി തന്നെ സന്ധ്യ ഇരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് BNS 103(1) പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. അതായത് ഈ വകുപ്പ് പ്രകാരമാണ് സന്ധ്യക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും ലെവലേശം കുറ്റബോധമില്ലാതെ ഇന്നലെ വൈകിട്ടും ഇവർ സുഖമായിട്ട് കിടന്നുറങ്ങിയെന്നും അതേപോലെ തന്നെ പോലീസ് വാങ്ങി നൽകിയ ഭക്ഷണം കഴിച്ചാണ് ഇവർ ഉറങ്ങിയതെന്നും ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ ഇവരെ പറയുന്ന കാര്യങ്ങളിൽ, അതായത് ഈ പോലീസിന് നൽകിയിട്ടുള്ള വൈരുദ്ധ്യമായിട്ടുള്ള മൊഴി ആണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് കുട്ടീനെ ആദ്യം താൻ ബസ്സിൽ ഉപേക്ഷിച്ച് പോയെന്നും പിന്നീട് പുഴയിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു ഉള്ള കാര്യമാണ് ഇവർ പോലീസിന് പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പോലീസ് കസ്റ്റഡിക്ക് ശേഷം ഈ 2 കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പരസ്പര ആരോപണങ്ങൾ, അതിലെന്താണ് അതായത് ഈ ആരോപണങ്ങളിൽ എന്താണ് കഴമ്പെന്ന് പരിശോധിക്കുന്ന നടപടികളിലേക്കാണ് പ്രധാനമായിട്ടും ചെങ്ങമനാട് പോലീസ് കടന്നിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ അമ്മയായിട്ടുള്ള സന്ധ്യയ്ക്ക് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുടുംബം തന്നെ, സന്ധ്യയുടെ കുടുംബം തന്നെ പ്രധാനമായിട്ടും പോലീസിനും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛന്റെ കുടുംബം, പിതാവിന്റെ കുടുംബം ആരോപിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. മൂത്ത കുട്ടിക്ക് 10 വയസ്സും രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള കല്യാണിക്ക് 3 വയസ്സുമാണുള്ളത്. ഈ കല്യാണിനെ കൊലപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് പലവട്ടം ഈ ഇത്തരം ശ്രമങ്ങൾ, ഈ കുട്ടികളെ അപായപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ സന്ധ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് കുട്ടിയുടെ പിതാവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് 2 ഭാഗങ്ങളിൽ നിന്നും, അതായത് സന്ധ്യയുടെ കുടുംബം പറയുന്നു സന്ധ്യനെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷം, ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഈ 13 വർഷക്കാലവും പല തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ ഭർതൃഗൃഹത്തിൽ നിന്നും സന്ധ്യയെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നൊരു ആരോപണമാണ് സന്ധ്യയുടെ കുടുംബത്തിൽ നിന്നുള്ളത്. നേരെ മറുഭാഗത്തു നിന്നുള്ളത് കുട്ടികളെ അപായപ്പെടുത്താൻ സന്ധ്യ പലപ്പോഴായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ പോലീസ് ഒരു വ്യക്തത വരുത്തുക എന്നുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സന്ധ്യനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായിട്ട് ആലുവ ഡിവൈഎസ്പി അല്പസമയത്തിനുള്ളിൽ തന്നെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. അതേപോലെ തന്നെ 3 മണിയോടുകൂടി അതായത് എറണാകുളം റൂറൽ പോലീസ് മേധാവി തന്നെ ഇവിടെത്തി സന്ധ്യനെ ചോദ്യം ചെയ്യുന്ന ഉള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക. അതേപോലെ തന്നെ ഇവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചികിത്സ നടത്തിയിട്ടുള്ള ഡോക്ടറെ നേരിട്ട് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനും ഇവർക്ക് എന്ത് മരുന്നാണ് നൽകിയിരുന്നത്, എന്ത് പ്രശ്നത്തിനുള്ള മരുന്നാണ് നൽകിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ശാസ്ത്രീയമായിട്ടുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. സാനു, ഭർതൃ വീട്ടുകാരിൽ നിന്നും മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയതിന് സ്വന്തം കുഞ്ഞിനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ്. അതായത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മാനസികമായിട്ട് പീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടീനെ വകവരുത്തിയത് കൊണ്ട് എന്ത് നേട്ടം എന്നുള്ളൊരു ചോദ്യമാണ്. അത് പോലീസും ഇവരോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മറുപടി നൽകിയത് കുട്ടീനെ ഇതുപോലെ പുഴയിൽ എറിഞ്ഞതിന് ശേഷം താനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നുള്ളൊരു മറുപടിയാണ് പോലീസിന് ഇവർ നൽകിയിട്ടുള്ളത്, സന്ധ്യ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ സന്ധ്യയുടെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, അതോ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു ബുദ്ധിമുട്ടുകളുടെ തുടർന്ന്, അതായത് ഈ ബുദ്ധിമുട്ടുകളെ തുടർന്നാണോ ഇവർ ഈ ക്രൂരകൃത്യം നടത്തിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളും മറ്റു കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വിശാലമായിട്ടുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുന്നതോടുകൂടി ഈ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ വ്യക്തത വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഡിവൈഎസ്പിയും അതേപോലെ തന്നെ അതിന് തൊട്ടു പിന്നാലെ ജില്ലാ പോലീസ് മേധാവി അടക്കം എത്തുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുമെന്നും കൂടുതൽ വിവരങ്ങൾ പോലീസ് നമ്മളോട് വെളിപ്പെടുത്തുമെന്നുള്ളൊരു കാര്യമാണ്
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും നിലവിൽ ഇവരിപ്പോഴും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഈ ജില്ലാ പോലീസ് മേധാവി അടക്കം വരുന്നതിന് മുന്നോടിയായി തന്നെ ഇവരെ ചികിത്സിച്ച ഡോക്ടറെ കണ്ടെത്തിക്കൊണ്ട് എന്ത് മരുന്നാണ്, എന്ത് ചികിത്സയാണ് ഇവർക്ക് കൊടുത്തതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു വിവരശേഖരണം നടത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്പസമയം മുമ്പ് ഈ കുട്ടിയുടെ കൊലപാതകമായതിനാൽ തന്നെ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജുവനൈൽ പോലീസും അല്പം മുമ്പ് ഇവിടെ എത്തി സന്ധ്യനെ ചോദ്യം ചെയ്തിരുന്നു. ഒരു 10 മിനിറ്റോളം ചോദ്യം ചെയ്തതിനു ശേഷം 2 വനിതാ ഉദ്യോഗസ്ഥർ തിരികെ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. കഴിഞ്ഞ 17 മണിക്കൂറായിട്ട് ഇവർ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. അനുലഭ്യ സന്ധ്യക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചികിത്സ തേടിയതിൻ്റെ റെക്കോർഡ്സ് വല്ലതുണ്ടോ? അത് പോലീസ് തേടിയിട്ടുണ്ടോ? അതോ മനഃപൂർവ്വം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അഭിനയിക്കുകയാണോ? അതായത് ഈ ഒരു വിഷയത്തിൽ സന്ധ്യയുടെ കുടുംബം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, തങ്ങളുടെ മകൾക്ക്, അതായത് സന്ധ്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, അതിൽ ചികിത്സ തേടിയിരുന്നു എന്ന കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സന്ധ്യയുടെ കുടുംബം തന്നെയാണ്. ഇതിന് മുന്നോടിയായി ഈ കുട്ടീനെ ഈ ഭർതൃഗൃഹത്തിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അങ്കമാലിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ പരിശോധന നടത്തുകയും ഇവർക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ല എന്നൊരു സർട്ടിഫിക്കറ്റും കൂടെ ലഭിച്ചതിന് ശേഷമാണ് ഈ ഭർതൃഗൃഹത്തിലേക്ക് ഈ സന്ധ്യ എത്തിയത്. കഴിഞ്ഞ മാസം സന്ധ്യ എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു സൂചനയായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഈ കാര്യങ്ങളിലടക്കം ഇനിയും പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. കാരണം കൂടുതൽ വിവരങ്ങളൊന്നും ചെങ്ങമനാട് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. SHO അടക്കം നമ്മൾ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിന് നമ്മളിപ്പോൾ ഒന്നും പുറത്ത് പറയാറായിട്ടില്ല, കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണ്, അതിന്റെ പുരോഗതി നമ്മളെ ഉച്ചകഴിഞ്ഞ് അറിയിക്കും. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ, റൂറൽ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയതിനു ശേഷം ഇതിലൊരു വ്യക്തത ഉണ്ടാകും എന്ന് തന്നെയാണ് SHO അടക്കം വ്യക്തമാക്കുന്നത്. അതായത് ഇതിനകത്തൊരു പ്രധാന കാര്യം, ഈ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും ചികിത്സ ഉണ്ടായിരിക്കും, ചികിത്സ നടത്തിയിട്ടുണ്ടായിരിക്കും, അതിന്റെ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് അങ്ങനെ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചികിത്സ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചികിത്സ നൽകിയിട്ടുള്ള ഡോക്ടറെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഏത് കാര്യത്തിനാണ്, എന്തിനാണ് ഇവർക്ക് ചികിത്സ നൽകിയിട്ടുള്ളത്, എന്ത് തരം മരുന്നാണ് ഇവർ കഴിച്ചുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഡോക്ടറിൽ നിന്ന് തന്നെ ഒരു വിശദീകരണം തേടുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഞാൻ ജിജീഷിലേക്ക് കൂടി പോവുകയാണ്. ജിജീഷ്, കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അൽനമ്പ്യാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 12:15 കൂടിയാണ് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം എത്തിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത്. ഇതിനുശേഷം കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്, തിരുവാണിയൂരിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. ഈ മരണകാരണം സംബന്ധിച്ച് കുട്ടിയുടെ അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും ഒരുപോലെ സംശയങ്ങൾ പറയുന്നുണ്ട്. കൊലപാതകം നടത്തി അമ്മയാണ് പുഴയിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞത് എന്നവർ സമ്മതിക്കുന്ന ഘട്ടത്തിൽ പോലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം വേണമെന്നാണ് സന്ധ്യയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കുട്ടിയെ തിരുവാണിയൂരിലെ അംഗൻവാടിയിൽ നിന്ന് സന്ധ്യ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം തിരുവാങ്കുളത്ത് നിന്ന് ബസ്സിൽ കയറി പോയതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കണം എന്ന കാര്യം കുട്ടിയുടെ സുഭാഷിൻ്റെ വീട്ടുകാരും തിരുവാണിയൂരിലെ വീട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അധികരിച്ചും അതിനെ അടിസ്ഥാനമാക്കിയും തന്നെയായിരിക്കും ചെങ്ങമനാട് പോലീസിൻ്റെ അടക്കമുള്ള അന്വേഷണം മുന്നോട്ട് പോവുക. വെള്ളത്തിൽ മുങ്ങി തന്നെയാണോ മരണമുണ്ടായിരിക്കുന്നത്, ശ്വാസകോശത്തിലടക്കം വെള്ളം കയറിയുള്ള ഒരു മരണമാണോ, ഏതെങ്കിലും തരത്തിൽ കുട്ടിക്ക് മുമ്പ് ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? കാരണം കുട്ടിയുടെ അച്ഛൻ്റെ അതാണ്, ഒന്നുകിൽ മുങ്ങി മരിച്ചതാവാം, അല്ലെങ്കിൽ ഈ പുഴയിലേക്ക് എറിയുന്നതിന് മുമ്പ് അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലേ? ഈ 2 സംശയങ്ങളാണ് അവശേഷിക്കുന്നത്. അതിലാണ് വ്യക്തത വരുത്തേണ്ടത്. ഇൻക്വസ്റ്റ് നടത്തിയ പോലീസ് പ്രാഥമികമായി എന്താണ് പറയുന്നത്?
അനിൽ നമ്പ്യാർ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം നൽകിയിട്ടില്ല. ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന് ഇനി പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരാനുള്ളത്. പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഉള്ള കൊലപാതകം നടത്തിയതിന് ശേഷം മൃതദേഹം വലിച്ചെറിയുക, മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം ഏറെ നേരം അവരുടെ ബസ് ഇറങ്ങിയതിന് ശേഷം കൂടുതൽ സമയം അവരെ കാണാനുണ്ടായിരുന്നില്ല എന്ന കാര്യം പറയുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിലടക്കം ഇറങ്ങുന്നതിനും അതിനുശേഷം ഇവർ പിന്നീട് ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയതിനുമിടയിൽ വലിയൊരു സമയത്തിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സമയമുണ്ട്. അതുമാത്രമല്ല, ഈ ബസ്സിലേക്ക് വരുന്നത് വരെയുള്ള ദൃശ്യങ്ങളിൽ കുട്ടിയെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്, ബസ് ഇറങ്ങുമ്പോഴും കാണുന്നുണ്ട്. എങ്കിൽ കൂടി അതിനുശേഷം കൊലപാതകം മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപാതകം നടത്തിയിട്ടുണ്ട്, താൻ ഈ ഒരു പുഴവക്കത്താണ് കുട്ടിയെ നിർത്തിപ്പോയത് എന്ന കാര്യമായിരുന്നു പ്രധാനമായും ആദ്യം സന്ധ്യ പറഞ്ഞിരുന്നത്. ഈ കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് സമ്മതിക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പുഴയിലേക്ക് എറിയുന്നതിന് മുമ്പ് മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം പുഴയിലേക്ക് തള്ളുകയായിരുന്നോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സന്ധ്യ തന്നെയാണോ ഈ ഒരു കൃത്യം നിർവഹിച്ചത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല, കുട്ടിയെ മുമ്പും പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതിന് ദിവസങ്ങൾക്ക് മുമ്പടക്കം ഉപദ്രവിച്ചിട്ടുണ്ട്. കുട്ടിയുടെ നെഞ്ചിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ക്രൂരമായി മർദ്ദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 കുട്ടികളാണ് ഉള്ളത്. അതിൽ കല്യാണിയാണ് കൂടുതൽ ആക്രമിച്ചിരുന്നത്. പ്രത്യേകിച്ച് കല്യാണിയെ മറ്റാരെങ്കിലും കൂടുതലായി ലാളിക്കുന്നതൊന്നും തന്നെ സന്ധ്യ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്തരം സമയങ്ങളിലെല്ലാം തന്നെ അവർ കൂടുതൽ വയലൻ്റ് ആയിട്ടാണ് പെരുമാറിയിരുന്നത് എന്ന കാര്യമാണ് നമ്മളോട് സംസാരിച്ചിരുന്ന വാർഡ് കൗൺസിലർ ബീന അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റും ഇക്കാര്യങ്ങളിൽ ചില സൂചനകൾ, അതായത് അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബക്കാർ തമ്മിൽ ഉണ്ടായിരുന്നതായി തങ്ങൾക്കറിയില്ല, ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഏതെങ്കിലും വലിയ വിള്ളലുകൾ ഉണ്ടായിരുന്നതായി അറിയില്ല. സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറം വലിയ ഒരു സംഘർഷമോ പ്രശ്നമോ ബഹളമോ ആ വീട്ടിൽ നിന്ന് തങ്ങൾ കേൾക്കാറുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ കുട്ടിയുമായി പോകുന്നു, അതിനുശേഷം കുട്ടിയെ കൊലപ്പെടുത്തുന്നു, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്ന കാര്യങ്ങൾ തള്ളുന്ന വിധത്തിൽ തന്നെയാണ് കുട്ടിയുടെ അച്ഛൻ്റെ വീടുമായി ബന്ധപ്പെട്ട ആളുകളും ആ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചെന്നാൽ കൃത്യമായി തന്നെ അവിടെ വലിയ ഭീഷണികളും അല്ലെങ്കിൽ പീഡനങ്ങളും എല്ലാം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സന്ധ്യയ്ക്ക് എന്നൊരു ആരോപണം മറുഭാഗവും ഉന്നയിക്കുന്ന സാഹചര്യത്തിലും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വലിയ സംശയങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറ്റവും പ്രധാനമായി തന്നെയാണ് നിൽക്കുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 3 വയസ്സുകാരി കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം തുടരുന്നു. സംസ്കാരം വൈകുന്നേരം 4 മണിക്ക് തിരുവാണിയൂർ പൊതുശ്മശാനത്തിൽ നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ജിജീഷ് കരുണാകരനും സാനുവുമാണ് വിവരങ്ങൾ നൽകിയത്.